രാജ്യം മുഴുവൻ ഞെട്ടിത്തരിച്ച ഒരു വലിയ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ സംവിധാനവും മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളും എത്രമേൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം അപകടങ്ങൾ. 2000-ന് ശേഷം തന്നെ ഒട്ടനവധി വിമാനാപകടങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ വീടുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മരങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ടോ? അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅൽനൽ അർദ ഖറാറൻ, ഭൂമിയെ ഞാൻ നിശ്ചലമാക്കി, അതായത് ശാന്തമാക്കി, ഉറപ്പിച്ചതാക്കി എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുക ഭൂമിയുടെ സഞ്ചാരത്തെക്കുറിച്ചും അതിൻ്റെ ഭ്രമണത്തെക്കുറിച്ചും ഭൂമിയും അതുപോലെ സൗരയൂഥവും ക്ഷീരപഥവും മുഴുവൻ പ്രത്യേകമായൊരു കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ചുമെല്ലാം പഠിക്കുമ്പോഴാണ്. ഇതൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് സംവിധാനിച്ച് നിയന്ത്രിച്ച് സംരക്ഷിച്ചു പോരുകയാണ്. പക്ഷേ മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളിൽ എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ദഈഫൻ, മനുഷ്യനെ ഞാൻ പടച്ചത് ദുർബലനായിട്ടാണ്, അബലനായിട്ടാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ്, മനുഷ്യൻ ഇന്നതൊക്കെ നേടിയിട്ടുണ്ട്, ആകാശം മുട്ട വലുപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ട്, പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യൻ അയച്ച ഉപഗ്രഹങ്ങൾ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഘാതങ്ങൾക്കപ്പുറത്തുള്ള പ്രപഞ്ചത്തിൻ്റെ വിവരങ്ങൾ ടെലിസ്കോപ്പുകളിലൂടെ മനുഷ്യൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഗവേഷണം ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എവിടെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പിച്ചു തന്ന ഒരു ദൗർബല്യമുണ്ട്, ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീനതയെ മറികടക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയില്ല. നമുക്ക് പ്ലാൻ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, മുന്നൊരുക്കങ്ങൾ നടത്താൻ മാത്രമേ കഴിയുള്ളൂ. നിയന്ത്രണം ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. അപകടം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവൻ അവനാണ്. സംരക്ഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവൻ അവനാണ്. ജീവിതം വേണോ വേണ്ടയോ, മരണമാണോ സംഭവിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവൻ മാത്രമാണ്. പ്രിയപ്പെട്ടവർ, അവന് മാത്രമേ അത് തീരുമാനിക്കാനുള്ള, അത് നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളൂ എന്ന് ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന 2 ശ്രദ്ധേയമായ സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ഒന്ന്, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി കടലിൻ്റെ അടിയിലേക്ക് വിനോദയാത്ര പോയ അൾട്രാ റിച്ച്, അങ്ങേയറ്റം പണക്കാരായ ആളുകൾ, അവർ മരണപ്പെട്ടു. അവരുടെ ശരീരഭാഗങ്ങൾ പോലും കിട്ടാത്ത രൂപത്തിൽ അവർ മരണപ്പെട്ടു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്തിയ എന്തൊക്കെ സംരക്ഷണ സംവിധാനങ്ങളും കവചങ്ങളുമുണ്ടോ ആ സംരക്ഷണ സംവിധാനങ്ങളും പ്രോട്ടോക്കോളുകളും പ്രിവെന്റീവ് മെഷേഴ്സും മുഴുവനും എടുത്തുകൊണ്ട് കടലിൻ്റെ അടിയിലേക്ക് യാത്രയായ ആ പണക്കാരിൽ ഒരാളെ പോലും തിരിച്ചു തരാത്ത രൂപത്തിൽ മരണം അവരെ വിളിച്ചു കൊണ്ടുപോയി. എന്നാൽ 5 പിഞ്ചു പൈതങ്ങൾ ഭീകരമായ നിഗൂഢമായ ആമസോൺ കാടിനുള്ളിൽ കുടുങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മൃഗമോ ഒരു പക്ഷിയോ ഒരു പാമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രാണിയോ പോലും അവരെ ഉപദ്രവിക്കാതെ അവർ സുന്ദരമായി സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക്, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നത്, ഈ 2 സംഭവങ്ങളും ഏകദേശം ചെറിയ വ്യത്യാസം മാത്രമേയുള്ള കാലയളവിൽ നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? എന്ത് സംഭവിക്കണം, എവിടെ സംഭവിക്കണം, ആര് മരിക്കണം, ആര് ജീവിക്കണം, ആര് രക്ഷപ്പെടണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആകാശങ്ങൾക്കപ്പുറത്തുള്ള പടച്ച റബ്ബ് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തു പോകുകയാണ്. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് വിമാനങ്ങളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ്. അന്ന് അല്ലാഹ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അലം യറൗ ഇലസ്സമാ ഫീ ജൗവിസ് സമാവാതി അവൽ അലം യറൗ ഇലത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്.
പക്ഷികൾ ആകാശത്ത് പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിറക് വിടർത്തിക്കൊണ്ട് അവ ഇങ്ങനെ പറക്കുന്നത്, ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മായുംസികുഹുന്ന ഇല്ലല്ലാഹ്. അവ വീണു പോകാതെ, അവ താഴേക്ക് കൂപ്പുകുത്താതെ അവയെ പിടിച്ചു നിർത്തുന്നത് ലോകത്തിന്റെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അവലം യറൗ ഇല ത്വയ്രി മുസഖറ അവലം യറൗ ഇല ത്വയ്ർ. ആകാശത്ത് പറക്കുന്ന പറവകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വാഫാത്തിൻ, അവരുടെ ചിറകുകൾ വിടർത്തിക്കൊണ്ട്, വയഖ്ബിർന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ആ ചിറക് അടച്ചുകൊണ്ടും തുറന്നുകൊണ്ടും അവ എങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അവയെ പിടിച്ചു നിർത്തുന്നത് ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകത്ത് ആകാശത്തിന്റെ വിഹായസുകൾ കീഴടക്കാൻ പോകുന്ന മനുഷ്യനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ചിറക് വിടർത്തി പറക്കുന്ന പക്ഷികളെ പിടിച്ചു നിർത്തുന്നവൻ ലോകത്തിന്റെ രക്ഷിതാവാണെങ്കിൽ, ചിറക് വിടർത്തി പറക്കുന്ന ത്രസ്റ്റിലൂടെയും ലിഫ്റ്റിലൂടെയും ആകാശത്തിന്റെ വിഹായസിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ, ആ വിമാനങ്ങളെ മായുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, മായുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, ലോകത്തിന്റെ രക്ഷിതാവല്ലാതെ, അല്ലാഹു അല്ലാതെ അതിനെ പിടിച്ചു നിർത്തുന്നില്ല, അതിനെ സംരക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആകാശയാത്രകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ സംരക്ഷണമല്ലാതെ മനുഷ്യൻ അള്ളാഹു ഉണ്ടാക്കിയ വായുവെന്ന സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, ആ വായുവിനെയും ആ എഞ്ചിനെയും അതിൻ്റെ കറക്കത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും മുഴുവൻ നിയന്ത്രിക്കുന്നവർ ലോകത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. ഇന്നലെ നടന്ന വിമാനാപകടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അത് പൊങ്ങി 30 സെക്കൻഡുകൾക്കുള്ളിൽ കൂപ്പുകുത്തുകയാണ്. അതും ഒരു ജനവാസ കേന്ദ്രത്തിലേക്കാണ്, ഒരു മെഡിക്കൽ കോളേജിലേക്കാണ് അത് കൂപ്പുകുത്തുന്നത്. എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിട്ടും, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഐനമാ തകൂനു, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാവട്ടെ യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളെ മുന്നിൽ വരും കേട്ടോ. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, അതിശക്തമായ കോട്ടക്കുള്ളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാലും മരണത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വന്നെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആ വിമാനം പൊങ്ങിയത് തന്നെ തകരാൻ വേണ്ടിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവൻ പൊലിഞ്ഞുപോയ നൂറുകണക്കിന് മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. എഞ്ചിൻ പ്രവർത്തിച്ചു, 30 സെക്കൻഡുകൾക്കുള്ളിൽ ആ എഞ്ചിൻ്റെ പ്രവർത്തനം നിലച്ചു. ആ പൈലറ്റ് കൺട്രോൾ റൂമിലേക്ക് മെയ്ഡേ മെസ്സേജ് കൊടുത്തു, നോ ത്രസ്റ്റ് നോ ലിഫ്റ്റ്, പൊങ്ങുന്നുമില്ല, മുന്നോട്ട് പോകുന്നുമില്ല എന്ന മെസ്സേജാണ് പൈലറ്റ് കൊടുത്ത് അല്പസമയത്തിനുള്ളിൽ എല്ലാ സിഗ്നലും കട്ടായി വലിയ തീഗോളമായി ആ വിമാനം മാറുകയാണ് ഉണ്ടായത്. ലണ്ടൻ പോലെ വളരെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ ആ വിമാനം മുഴുവൻ ഇന്ധനം നിറച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ, ആ വിമാനം പതിച്ച ഉടനെ അത് വലിയ തീഗോളമായി ആകാശത്തേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അലംഘനീയമായ പടച്ച റബ്ബിൻ്റെ വിധി. ഇതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ്, ഹിക്മത്ത് എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചത്, എന്തൊക്കെ സാങ്കേതിക തകരാറാണ്, അതല്ല ഇനി വല്ല മാനുഷികമായ ഇടപെടലുകളും ഉണ്ടോ, എല്ലാം ഗൈബിൻ്റെ താക്കോല് പടച്ച റബ്ബിനാണ്. അത് പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. മനുഷ്യൻ്റെ മുന്നിൽ മെല്ലെ മെല്ലെ മാത്രമേ അത് തുറക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്തരം അപകടങ്ങൾ നമുക്ക് നൽകേണ്ട പാഠം എന്താണെന്നറിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾ സ്വപ്നത്തിലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകുമോ, ഒരു വിമാനം ഇവിടെ വന്ന് വീഴാൻ പോകുന്നുണ്ട്, എൻ്റെ മരണം ഇവിടെ സംഭവിക്കാൻ പോകുകയാണ് എന്ന് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഡോക്ടർ കുടുംബത്തിൻ്റെ സെൽഫി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഉണ്ടല്ലോ എഴുതി തീർക്കാത്ത പുസ്തകങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും മരണം വരുമ്പോഴും നമ്മുടെ മരണത്തിൻ്റെ തീയതി എത്തുമ്പോഴും നമുക്ക് ബാക്കി വെച്ച ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, ചെയ്തു തീർക്കാൻ വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഫോണിൽ നാളെ വിളിക്കാമെന്ന് നാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വെച്ച ആ മെസ്സേജ് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. നാം തുടങ്ങി വെച്ച പ്രൊജക്റ്റുകൾ, നാം തുടങ്ങി വെച്ച പണികൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ പ്രത്യാശകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സംഘടന, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, എല്ലാം അവിടെ ബാക്കിയായിരിക്കും.
എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടൊന്നും ആരും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത് തൻ്റെ പൂർത്തീകരിക്കാനാകാത്ത ആ വാഗ്ദത്ത ഭൂമി എന്ന സ്വപ്നം ബാക്കിയാക്കിക്കൊണ്ടാണ്. അദ്ദേഹം അത് നോക്കിക്കൊണ്ടാണ് മൊവാബ് മലയിൽ നിന്ന് ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കാനാവാത്ത സങ്കടം ഹൃദയത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചെങ്കിലും റസൂലുള്ളാഹ്ക്ക് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാണ്, വളർച്ചകൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിവാര്യമായ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. എല്ലാവരുടെയും മരണം അങ്ങനെയാണ്. നമുക്കും മരണം എത്താനുള്ളത് അതുപോലെ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരേയൊരു വഴി. അതിനെ തടയാൻ നമുക്ക് കഴിയില്ല, അതിനെ നീട്ടിവെക്കാനും നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് സംസാരിച്ചത് എങ്ങനെയാണ്? അല്ലാഹു പറയാൻ, കുല്ലബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ഒഴിഞ്ഞു മാറാനാവാത്ത രൂപത്തിൽ, കുതറി മാറാനാവാത്ത രൂപത്തിൽ, രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പിന്നീട് നിങ്ങളെ മടക്കപ്പെടുന്നത് രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ ന്യായാധിപന്റെ കോടതിയിലേക്കാണ്. അവൻ നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വല്ലാത്ത അവസരമാണ്. ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ അവസരത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലും ഈ അവസരം കൃത്യമായി നാളെ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരണം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ ആ മരണത്തെ പുൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബാധ്യതകളില്ലാത്ത, വെറുപ്പില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വൈമനസ്സമില്ലാത്ത, സ്പർദ്ധയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, ദുഷ്ടതയില്ലാത്തൊരു മനസ്സോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ സാധിക്കേണ്ടതുണ്ട്. അത് കടലിൻ്റെ അടിയിലാകട്ടെ, ആകാശത്തിൻ്റെ വിഹായസിലാകട്ടെ, മരുഭൂമിയിലാകട്ടെ, കൊടുങ്കാട്ടിലാകട്ടെ, വീടിൻ്റെ അകത്താകട്ടെ, ആശുപത്രിക്കകത്താകട്ടെ, എവിടെയായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മരണത്തെ സമാധാനത്തോടെ സ്വീകരിക്കാനൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന മനുഷ്യരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നലെ തകർന്ന ആ വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഞാനോ നിങ്ങളോ ആണ് ഇരിക്കുന്നത് എന്ന് ജൽപ്പിക്കുക. ആ വിമാനം തകർന്നു വീഴുകയാണെന്ന് നാം ആ വിമാനത്തിൻ്റെ അകത്തുണ്ട് എന്ന് ജൽപ്പിക്കുക. ഒന്ന് ഊഹിച്ചു നോക്കുക. ആ സമയത്ത് നമ്മുടെ മനോനില എന്താണ്? മരണം സുനിശ്ചിതമാണ്, രക്ഷപ്പെടാനൊരു മാർഗവുമില്ല, രക്ഷപ്പെടാനൊരു പഴുതുമില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ വൈകാരികത എന്തായിരിക്കും? പടച്ചോനെ, ഞാൻ മരിക്കുകയാണല്ലോ, എൻ്റെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഒരുപാട് ബാക്കിയാണ്, എൻ്റെ ജീവിതത്തിൽ ബാധ്യതകൾ ഒരുപാട് ബാക്കിയാണ്, എൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ബാക്കിയാണ്, എൻ്റെ ജീവിതത്തിൽ തെറ്റിക്കിടക്കുന്ന മനുഷ്യർ ഒരുപാട് ബാക്കിയാണ് എന്ന ചിന്തയാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുത്താനുള്ള തിരുത്തിൻ്റെ ഉപദേശങ്ങളാണ്, ഈ തിരുത്തിൻ്റെ ഉപദേശമാണ് ഈ ഒരു അപകടമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതല്ല മരിച്ചു വീഴുമ്പോൾ സമാധാനത്തോടെ ആ വിമാനം ഇങ്ങനെ തകർന്നു വീഴുമ്പോൾ സമാധാനത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിൻ്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ആ മരണത്തെ പുൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ മരണവേദനയുമായി പിടയുമ്പോൾ ആ വാക്ക് പ്രിയപ്പെട്ടവരെ മലക്കുകൾ നമ്മളോട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു
വബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും എന്നിട്ട് ജീവിതത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്തവർ മരണത്തോട് മല്ലിടുമ്പോ, മരണശയ്യയിൽ കിടക്കുമ്പോ വാനലോകത്ത് നിന്ന് മാലാഖമാർ, അല്ലാഹുവിന്റെ മലായികത്ത് ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, അല്ലാ തഖാഫൂ, ഭയപ്പെടേണ്ടതില്ല, അല്ലാ തഖാഫൂ, ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, വബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, ആ ജന്നത്തിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ജീവിതം അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെന്ന് അറിയില്ല. രംഗബോധമില്ലാത്ത കോമാളിയായി മരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്നും അറിയില്ല. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ അവസാനത്തെ ഹജ്ജിൽ മരണപ്പെട്ടത് യുവാവായ ഒരു അസുഖവുമില്ലാത്ത മനുഷ്യനാണ്. വളരെ സജീവതയോടുകൂടിയ ഹജ്ജിന്റെ ക്യാമ്പുകളിൽ ഓടി നടന്നിരുന്ന, ചാനലുകൾക്ക് അഭിമുഖം നടത്തിയിരുന്നൊരു മനുഷ്യനാണ് അവസാനത്തെ ഹജ്ജിൽ മലയാളിയായി മരണപ്പെട്ടു പോയത്. ഹാർട്ട് അറ്റാക്കാണ് കാരണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മരണം ഏത് രീതിയിലാണ്, ഏത് നിമിഷമാണ് നമ്മിലേക്ക് കടന്നു വരിക എന്നറിയില്ല. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയമുണ്ടല്ലോ, അത് കാലാകാലവും മിടിപ്പിച്ചു കൊള്ളാമെന്ന് പടച്ചുറപ്പ് നമ്മോട് ഏറ്റിട്ടില്ല. ശരീരത്തിന്റെ സിരകളിലൂടെയും ഞരമ്പുകളിലൂടെയും വെയിലുകളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം അത് കാലാകാലം അതുപോലെ നിലനിൽക്കുമെന്ന് പടച്ചുറപ്പ് നമുക്ക് ഉറപ്പ് തന്നിട്ടില്ല. അള്ളാഹു നമുക്ക് വാഗ്ദാനം തന്നിട്ടില്ല. ഏത് നിമിഷമാണ് അത് അവസാനിക്കുക എന്നറിയില്ല, ഏത് നിമിഷമാണ് മരണത്തിന് അത് കീഴടങ്ങുക എന്നറിയില്ല. എല്ലാ ജുമഅയുടെ രണ്ടാമത്തെ റക്അത്തിലും നിങ്ങൾ കേൾക്കുന്ന ഒരായത്തുണ്ട്, 2-3 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. വമൻ യഫഅൽ ദാലിക്, ആരാണോ അത് ചെയ്യുന്നത്, ഫഉലായിക ഹുമുൽ ഖാസിറൂൻ, അവനാണ് ഭാഗ്യം കെട്ടവൻ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ചിലവാക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, പ്രതീക്ഷിക്കാതെ മരണം നിങ്ങളിലേക്ക് കണ്ട് വന്നെത്തുന്നതിന്റെ മുന്നേ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണേ. അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ആ മരണം മുന്നിൽ വന്നെത്തിയാൽ ചില മനുഷ്യർ പറയുകയാണ്, ഒരു മിനിറ്റ് തരുമോ, ഒരു മണിക്കൂർ തരുമോ, ഒരു ദിവസം തരുമോ, ഒരാഴ്ച തരുമോ എന്ന് ആ മലക്കുകളോട് കെഞ്ചിക്കരഞ്ഞു പറയുകയാണ്. എന്തിനാണത്? ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ ദാനം കൊടുത്തോളാം, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തോളാം, സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. വീട്ടിലേക്ക് പള്ളിക്ക് വേണ്ടി പിരിവിന് വരുമ്പോ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടിയും ചികിത്സക്ക് വേണ്ടിയും വീട്ടിലേക്ക് പിരിവിന് വരുമ്പോ നെറ്റി ചുളിച്ചുകൊണ്ട് ആ പ്രവർത്തകരുടെ മുഖത്തേക്ക് നോക്കിയവൻ, അവരൊരു ശല്യക്കാരായി കണ്ടവൻ, അവർ വൃത്തികെട്ടവന്മാരായി കണ്ടവൻ, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി വരിസംഖ്യ ഒരു 50 രൂപ കൂട്ടുമ്പോൾ അതിനുവേണ്ടി കമ്മിറ്റിയിലും ജനറൽ ബോഡിയിലും ഘോരഘോരം സംസാരിച്ചവൻ, ഈ മരണത്തിന്റെ സമയത്ത് അവൻ പടച്ചറബിനോട് പറയുകയാണ്, അല്ലാഹുവേ ഫഅസ്സദ്ദഖ്നി, ഒരു മണിക്കൂർ എനിക്ക് നീട്ടിത്തന്നാൽ, ഒരൊറ്റ മണിക്കൂർ എനിക്ക് നീട്ടിത്തന്നാൽ റബ്ബേ, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ മാർഗത്തിലേക്ക് എഴുതി തരാം, എന്റെ സമ്പത്ത് മുഴുവൻ, എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ പാവപ്പെട്ട മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ചിലവഴിച്ചു കൊള്ളാം, അവരുടെ ചികിത്സക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു കൊള്ളാമെന്ന് അവൻ പറയുകയാണ്. അള്ളാഹുവിനോട് അവൻ കെഞ്ചിക്കരഞ്ഞു നോക്കുകയാണ്. മറുപടി എന്താണ്? വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, 100 റുപ്യ നിനക്ക് ദാനം ചെയ്യാൻ അവസരം തന്നപ്പോ നെറ്റി ചുളിച്ചു. മരണത്തിന്റെ സമയത്ത് മരണത്തിന്റെ മലക്കുകളെ കണ്ടാൽ 1 കോടി റുപ്യ തരാന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് തരില്ല. ശരിക്കും മനസ്സിലായിക്കോ, ഈ ജീവിതം എന്ന അവസരം എത്രമാത്രം വലുതായിരുന്നു നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന സമയമാണ് മരണം. അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കും. കാരണം ആ മരണം ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഈ മനുഷ്യർ പിശുക്കന്മാരായ ആളുകൾ ആ മലക്കുകളോട് പറയും, ഞാനൊന്ന് ദാനം ചെയ്യട്ടെ, എൻ്റെ സ്വത്തൊക്കെ ഞാനൊന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ, വീതിച്ചു കൊടുക്കട്ടെ.
അനാഥാലയങ്ങൾക്ക്, ചികിത്സാ കേന്ദ്രങ്ങൾക്ക്, ഡയാലിസിസ് സെന്ററുകൾക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിന്, പ്രബോധന കേന്ദ്രങ്ങൾക്ക് ഞാൻ അതൊക്കെ ഒന്ന് വീതിച്ചു കൊടുക്കട്ടെ? മറുപടി എന്താ? വേണ്ടടോ, നിന്റെ പണം വേണ്ട, നിന്റെ സ്വതക്ക വേണ്ട എന്ന് തന്നെ പറയും. അത് ആവശ്യമില്ല. അവസരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞതാണ്. ആ അവസരം എപ്പോഴാണ് കഴിയുക എന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന വലിയ പാഠമതാണ്, വലിയ പാഠമതാണ്. ചിന്തിക്കണം, ആവർത്തിച്ച് ചിന്തിക്കണം. പടച്ചോനെ, എപ്പോഴാണ് ജീവിതം അവസാനിക്കുക എന്നറിയില്ല, എപ്പോഴാണ് ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുക എന്നറിയില്ല, എപ്പോഴാണ് ഒരു വിമാനം തലക്ക് മീതെ വന്ന് വീഴുക എന്നറിയില്ല, എപ്പോഴാണ് ഈ ഭൂമി വിണ്ടുകീറുക എന്നറിയില്ല, എപ്പോഴാണ് കൊടുങ്കാറ്റുകൾ വരിക എന്നറിയില്ല, എപ്പോഴാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുക എന്നറിയില്ല, എപ്പോഴാണ് സുനാമികൾ ഉണ്ടാവുക എന്നറിയില്ല. നിന്റെ ശരീരത്തിന് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ നിനക്ക് സാധ്യമല്ല. ആ ഒരു തിരിച്ചറിവാകണം പ്രിയപ്പെട്ടവരെ ഈ ദുരന്തത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ ഓരോ കാഴ്ചകളും, ഓരോ കേൾവികളും, ഓരോ അനുഭവങ്ങളും പാഠം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മളൊരു ദുരന്തത്തെക്കുറിച്ച് കേട്ടു. ഇന്ന് രാവിലെ ഉണരുമ്പോൾ നമ്മൾ കാത്തിരുന്നത് വേറെ ദുരന്തമാണ്. പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധങ്ങളും കോലാഹലങ്ങളും നടന്നുകൊണ്ടിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊലിഞ്ഞു പോകുന്ന പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവന് സംരക്ഷണം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബലി കഴിക്കപ്പെടുന്നത് പാവപ്പെട്ട സാധാരണക്കാരാണ്, സിവിലിയൻസാണ്. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം ഇതിനകം പതിനായിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകളഞ്ഞു. അതിനൊന്നും ചോദിക്കാനോ പറയാനോ തടയിടാനോ ലോകത്ത് ആരുമില്ല എന്നുള്ളതാണ് സത്യം. ഈ ഖുർആന്റെ നേരെ അക്രമം നടത്തിയിരിക്കാൻ ഇനിയിപ്പോൾ അതായിരിക്കും അടുത്ത ലക്ഷ്യം. നോക്ക് നിങ്ങൾ, നീതിക്കോ ന്യായത്തിനോ മനുഷ്യത്വത്തിനോ ഒരു വിലയുമില്ലാത്തൊരു ലോകം. തിരിച്ചാക്രമിച്ചാൽ ഞങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുമെന്ന് ലോകത്തിൻ്റെ പോലീസ് ചമയുന്ന അമേരിക്ക പറയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു ആയത്ത് വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅലമുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അല്ലാഹു അശ്രദ്ധരാണെന്ന് ധരിച്ചു പോകരുത്, അല്ലാഹു ശ്രദ്ധിക്കുന്നില്ല എന്ന് ചിന്തിച്ചു പോകരുത്. അമ്മാ യഅമലുൽ ളാലിമൂൻ, ഈ അക്രമകാരികൾ ചെയ്യുന്നതിനെ തൊട്ട്, ളാലിമുകൾ ചെയ്യുന്നതിനെ തൊട്ട്. എന്തുകൊണ്ടായിരിക്കും ഖുർആൻ അങ്ങനെ പറഞ്ഞത്? വലാ തഹ്സബൻ എന്ന് അല്ലാഹു പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പടച്ചോനെ, നീ ഇത് കാണുന്നില്ലേ? ഈ പിഞ്ചു മക്കള് മരിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? ഇവരുടെ അക്രമങ്ങൾ നീ കാണുന്നില്ലേ എന്ന് സാധാരണഗതിയിൽ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വലാ തഹ്സബൻ, നിങ്ങൾ ചിന്തിക്കരുത് അല്ലാഹ ഗാഫിലൻ, അല്ലാഹു അശ്രദ്ധരാണെന്ന് അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമകാരികൾ ചെയ്യുന്നതിനെ കുറിച്ച് തൊട്ട്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി അള്ളാഹു അവരെ നീക്കിവെക്കുകയാണ്, നീട്ടിവെക്കുകയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതിഫല ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് നാളുകൾ കഴിയണം. ഖിയാമത്ത് നാളൊക്കെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് യജൂജ് മജൂജ് വരണം, ദജ്ജാൽ വരണം, ദാബത്തുൽ അർദ് വരണം, ഈസാ നബി വരണം, എന്തൊക്കെ പണികൾ ഇനിയുണ്ട്. നമ്മളങ്ങനെ ദീർഘമായിട്ട് കാണും. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വനറാഹു ഖരീബ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അടുത്ത് തന്നെയാണ്, വളരെ സമീപത്ത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു അക്രമത്തിനും കണക്ക് ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുകയില്ല. അവനിലേക്ക് കൈകൾ ഉയർത്തുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്
ഇസ്ലാമിൻ്റെ ഒരു കാലഘട്ടം വരാനുണ്ട്. അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ പ്രകാശ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷികളാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഓരോ പിഞ്ചു പൈതങ്ങളും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മരണപ്പെട്ടതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗമാണ് നൽകുക. സ്വർഗം നൽകട്ടെ. അവരുടെ ഷഹാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പരാജയം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവർ തുടങ്ങി വെച്ച യുദ്ധം അതിനൊരു കാരണമായി അള്ളാഹു മാറ്റട്ടെ. അറഫ മൈതാനിയിൽ വെച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണീരോടെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൗദി രാജാവിൻ്റെ അതിഥിയായിട്ടാണ് ഇപ്രാവശ്യം ഹജ്ജിന് പോയത്. അതേസമയം ആയിരക്കണക്കിന് ഫലസ്തീനികളെയും സൗദി ഈ പറയുന്ന അതിഥികളായി കൊണ്ടുവന്നിരുന്നു. ഓരോ ഫലസ്തീനികളുടെയും കണ്ണിൽ പ്രതീക്ഷയാണ്, ഓരോ ഫലസ്തീനുകളുടെയും കണ്ണിൽ പ്രത്യാശയാണ്. അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള, അള്ളാഹുവിൻ്റെ കണക്ക് ചോദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതീക്ഷയാണ്. ആ അറഫയിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം, നീറി പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അവിടെ വന്നതിൽ നൂറുകണക്കിന് ആളുകൾ, ഒരുപാട് മനുഷ്യർ ഉമ്മയെ നഷ്ടപ്പെട്ടവരാണ്, ഭാര്യയെ നഷ്ടപ്പെട്ടവരാണ്, മക്കളെ നഷ്ടപ്പെട്ടവരാണ്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് സ്വന്തം ബന്ധങ്ങളെ നഷ്ടപ്പെട്ടവരാണ് ആ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളത്, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുള്ളത്, റബ്ബിലേക്ക് കണ്ണുനീര് സമർപ്പിച്ചിട്ടുള്ളത്. രാജാതിരാജനായ അള്ളാഹു അതൊരിക്കലും തട്ടിക്കളയുകയില്ല. പടച്ച റബ്ബ് അത് അവഗണിക്കുകയില്ല. ഒരുപക്ഷെ അറഫയിലെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം പുതിയൊരു യുദ്ധത്തിന് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിലൂടെ 10,000-കണക്കിന് മനുഷ്യരുടെ രക്തത്തിന് വില പറഞ്ഞ ആ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ എന്നേക്കുമായുള്ള പതനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരട്ടെ. എന്തിനും കഴിയുമെന്ന ജൂതകുബുദ്ധികളുടെ അഹങ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായി കെടുത്തിക്കളയുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിരപരാധികളുടെ ജീവന്, അവരുടെ സ്വത്തിന്, അവരുടെ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണവും സുരക്ഷിതത്വവും നൽകട്ടെ. പ്രിയപ്പെട്ടവരതുപോലെ പ്രത്യേക കാര്യമുണർത്താനുള്ളത്, നമ്മുടെ പള്ളിയുടെ ബാത്റൂമുകളും അതുപോലെ ഹൗദിൻ്റെ പണികളൊക്കെ നടക്കുകയാണ്. പെരുന്നാളും അതുപോലെ ശക്തമായ മഴയുമൊക്കെ കാരണം ഈ പണി തീരാൻ കുറച്ച് ഒന്ന് താമസം വന്നു പോയിട്ടുണ്ട്. ആദ്യമായി നിങ്ങളുടെ എല്ലാം ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ അതൊരു 2-3 ആഴ്ചത്തേക്ക് സ്ത്രീകൾ ദയവായി നമ്മുടെ തൊട്ട് അപ്പുറത്തുള്ള പള്ളിയിലേക്ക്, നമ്മുടെ പഴയ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകണം എന്ന് അപേക്ഷിക്കുകയാണ്. കാരണം നമുക്കിവിടെ സൗകര്യത്തിൻ്റെ പരിമിതി. ഇൻഷാ അല്ലാഹ് 2-3 ആഴ്ച കൊണ്ട് മുഴുവൻ പണിയും തീരും. സ്ത്രീകളുടെ വിഷയം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒന്ന് സഹകരിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.